ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫെഡറൽ റിസർവ് സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. ഫെഡറൽ റിസർവ് സിസ്റ്റം ഈസ് ദ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം ഓഫ് US. യുഎസിൻ്റെ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റത്തെയാണ് നമ്മൾ ഫെഡറൽ റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെ ചുരുക്കി ഫെഡറൽ റിസർവ് എന്നും ദ ഫെഡ് എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ December 23, 1913 വിത്ത് ദ എനാക്ട്മെന്റ് ഓഫ് ഫെഡറൽ റിസർവ് ആക്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC-യിലാണ്. 1930s ഗ്രേറ്റ് ഡിപ്രഷനും 2000-കളിലുണ്ടായ ഗ്രേറ്റ് റെസഷനും ഇതിൻ്റെ റോളും റെസ്പോൺസിബിലിറ്റീസും കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോണിറ്ററി പോളിസിയുടെ കീ ഒബ്ജക്റ്റീവായി US കോൺഗ്രസ് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, സ്റ്റെബിലൈസേഷൻ ഓഫ് പ്രൈസ്, പിന്നെ ആൻഡ് ദ മോഡറേറ്റിംഗ് ലോങ് ടേം ഇൻട്രസ്റ്റ് റേറ്റ്. ഇത്രയാണ് ഇതിൻ്റെ മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. This is the flag of Federal Reserve System, and this is the seal of Federal Reserve System. Now we are going to discuss various functions of Federal Reserve System. The first function is serving government. ഇത് ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നത് ഒന്ന്, ഗവൺമെന്റിന്റെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നു, പേയ്മെന്റ്സും റെസീപ്റ്റ്സും നടത്തുന്നു. പിന്നെ ഇറ്റ് ഓൾസോ സെർവ് ആസ് എ ഫിനാൻഷ്യൽ ഏജന്റ് ഫോർ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ്. ഗവൺമെന്റ് ഏജൻസീസിന്റെയും ട്രഷറി ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഫിനാൻഷ്യൽ ഏജന്റായും പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ദ ഫെഡറൽ റിസർവ് സിസ്റ്റം സെൽസ്, ട്രാൻസ്ഫേഴ്സ് ആൻഡ് റെഡീംസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുകയും ട്രാൻസ്ഫർ ചെയ്യുകയും റെഡീം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. And it also handled the fund raised from selling T-bills, T-notes and treasury bonds. T-billsum, T-notesum, treasury billsum വിറ്റ് കിട്ടുന്ന ആ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നതും ഈ ഫെഡറൽ റിസർവ് സിസ്റ്റമാണ്. ആൻഡ് ഇറ്റ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂയിങ് പേപ്പർ കറൻസി. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഫെഡറൽ റിസർവ് സിസ്റ്റം. ആൻഡ് ദെൻ ദ സെക്കൻഡ് ഫംഗ്ഷൻ, സെർവിംഗ് ബാങ്ക്. ഇറ്റ് ആക്ട് ആസ് എ ബാങ്കേഴ്സ് ബാങ്ക്. ഇറ്റ് is supervising the commercial banks and it is the lender of last resort. In case of any emergency, the commercial bank can borrow the fund from the Federal Reserve. Federal Reserve is the portion of deposits that kept in Federal Reserve system, and in any emergency the commercial banks can borrow fund from this Federal Reserve. And the next function, regulating banking system. And the Fed use Federal Reserve to control how much money is in circulation at any one time. Federal Reserve ഉപയോഗിച്ചിട്ട് എത്രത്തോളം മണി ഫ്ലോ ചെയ്യണം എന്നുള്ളത് ഫെഡറൽ റിസർവ് സിസ്റ്റം ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ എക്സാമിൻസ് the banks periodically to ensure that each institution is obeying laws and regulations. എല്ലാ ബാങ്ക്സും താഴെ വരുന്ന എല്ലാ ബാങ്ക്സും ലോസും റെഗുലേഷൻസും ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പീരിയോഡിക്കലി എക്സാമിൻ ചെയ്യുന്നതും ഈ ഫെഡറൽ റിസർവ് സിസ്റ്റമാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഫംഗ്ഷൻ, റെഗുലേറ്റിംഗ് ദ മണി സപ്ലൈ. ദ ഫെഡറൽ റിസർവ് സിസ്റ്റം ഹാസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റെഗുലേറ്റിംഗ് മണി സപ്ലൈ ഇൻ യുഎസിലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഈ ഫെഡറൽ റിസർവ് സിസ്റ്റത്തിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത്. ഈ മണി സപ്ലൈയും അതേപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണിയും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ റേറ്റ് സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് നമുക്ക് ഫങ്ഷൻസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാം. ദ കറന്റ് സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം ഹാസ് 3 മേജർ കമ്പോണൻസ്. ഇതിന്റെ സ്ട്രക്ചറിൽ 3 കമ്പോണൻസ് ആണ് വരുന്നത്. ബോർഡ് ഓഫ് ഗവർണേഴ്സ്, 12 റീജിയണൽ ഫെഡറൽ റിസർവ് ബാങ്ക്സ് ആൻഡ് ദ മെമ്പർ ബാങ്ക്സ്. ആൻഡ് ദ 3 key Federal Reserve entities are Board of Governors, Federal Open Market Committee and the Federal Reserve Banks. Now we discuss about Board of Governors. Board of Governors, they are frequently called Federal Reserve Board. The Board of Governors represents the ultimate authority of Federal Reserve System. Federal Reserve Systemത്തിലെ ultimate authority ആണ് ഈ Board of Governors, and it is located in Washington DC. It consisted of 7 members, mostly professional economists, and who are appointed by President of US. ഇതിൽ 7 അംഗങ്ങളാണ് വരുന്നത്.
അവരെല്ലാം പ്രൊഫഷണൽ ഇക്കണോമിസ്റ്റുകളായിരിക്കും. പ്രസിഡന്റ് ഓഫ് US ആണ് അപ്പോയിന്റ് ചെയ്യുന്നത് ബൈ ദ ആൻഡ് കൺഫേംഡ് ബൈ സെനറ്റ്. പിന്നെ ഈ ഗവർണേഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 14 വർഷമാണ്. ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും കാലാവധി 4 വർഷവുമാണ്. ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്, ഒന്ന് പ്രൊവൈഡിംഗ് സെൻട്രലൈസ്ഡ് അതോറിറ്റി, ദെൻ എസ്റ്റാബ്ലിഷിംഗ് റെഗുലേഷൻസ്, സൂപ്പർവൈസിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ഫെഡറൽ റിസർവ് ബാങ്ക്സ്, ഓവർസീയിങ് ആൻഡ് അപ്രൂവ്സ് merger applications, controlling effectively the discount rate, calculating margin requirements and setting reserve requirements. ഇത്രയാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ എൻറ്റിറ്റി ആയിട്ട് വരുന്നത് ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയാണ്, FOMC. ഫെഡറൽ റിസർവ് സിസ്റ്റത്തിന്റെ മോണിറ്ററി പോളിസി മേക്കിംഗ് ബോഡിയാണ് FOMC എന്ന് പറയുന്നത്. ഇതിലെ വോട്ടിംഗ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സ്, പ്രസിഡന്റ് ഓഫ് ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്ക് ആൻഡ് പ്രസിഡന്റ് ഓഫ് 4 അതർ റിസർവ് ബാങ്ക്സ്. ബോർഡ് ഓഫ് ഗവർണറും അതേപോലെ തന്നെ പ്രസിഡന്റ് ഓഫ് ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് ന്യൂയോർക്ക്, പിന്നെ 4 അതർ റിസർവ് ബാങ്ക്സിന്റെ പ്രസിഡന്റ്സും ആണ് ഇതിലെ വോട്ടിംഗ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഈ 4 റിസർവ് ബാങ്ക്സിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റിംഗ് ബേസിസിലാണ് വരുന്നത്. ഇപ്പൊ 4 പേരുണ്ടെങ്കിൽ അടുത്ത ഇതില് വേറെ 4 പ്രസിഡൻസിനെയാണ് എടുക്കുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റീസ്: മോണിറ്റർ ഡിസ്ട്രിക്ട് ഇക്കോണമി, കൺവേ റീജിയണൽ ഇക്കണോമിക് പെർസ്പെക്റ്റീവ്സ് ടു ബോർഡ് ഓഫ് ഗവർണേഴ്സ്, എക്സാമിൻ ആൻഡ് സൂപ്പർവൈസ് ബാങ്ക്സ്, lend to bank, provide financial services to banks and the US Treasury in the region, recommend discount rate charges, and 9 board of directors representing banks, business and the public. ഇത്രയാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അടുത്തതായി വരുന്നത് ഫെഡറൽ റിസർവ് ബാങ്ക് ആണ്, അടുത്ത കീ എൻറ്റിറ്റി. The Federal Reserve Bank, it is also known as district banks. ഇത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്, ശരിക്കും ഈ പ്രൈവറ്റ് കോർപ്പറേഷൻസ് പോലെ, പക്ഷെ ഓപ്പറേറ്റഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ഇതിൽ ഈ ഫെഡറൽ റിസർവ് സിസ്റ്റത്തിന്റെ താഴെയായി 12 റീജിയണൽ ഫെഡറൽ റിസർവ് ബാങ്ക്സ് ആണ് വരുന്നത്. ഇനി ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത് ക്ലിയർ ചെക്സ്, ഇഷ്യൂ ന്യൂ കറൻസി, വിഡ്രോ ഡാമേജ്ഡ് കറൻസി ഫ്രം സർക്കുലേഷൻ, administer and make discount loans to banks in their district, evaluate proposed mergers and applications for bank to expand their activities, act as and collect data on local business conditions, use their staffs of professional economists to reach topics related to conduct monetary policy. ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ആണ് ഫെഡറൽ റിസർവ് ബാങ്ക്സിന് വരുന്നത്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഇത്രയാണ് നമുക്ക് ഈ ഫെഡറൽ റിസർവ്